നമസ്കാരം. എല്ലാവർക്കും അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ന് നമ്മൾ പുതിയ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളിൽ അധികം പേർക്കും അറിയില്ലാത്ത ഒരു വിഷയം നിങ്ങളുടെ അറിവിലേക്കായി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന നിലയിലാണ് ഇന്നിത് അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ മലയാളത്തിൽ ഈ ഒരു സബ്ജക്റ്റ് ഇത് ആസ്പദമാക്കിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആയിരിക്കാം ഇത്. നമ്മുടെ ചിന്താവിഷയം കോഡ് ബ്ലഡ് ബാങ്കിങ് എന്താണ് എന്നാണ്. നമ്മളൊക്കെ ബ്ലഡ് ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ട്, എങ്കിലും കോഡ് ബ്ലഡ് ബാങ്കിങ് എന്നത് അത്ര സുപരിചിതമല്ലാത്ത ഒന്നാണ്. ഈ ഒരു സംജ്ഞയിലെ കോഡ് എന്നത് മാത്രമേ യഥാർത്ഥത്തിൽ അത്ര സുപരിചിതമല്ലാത്ത ഒരു വാക്കുള്ളൂ. ഇവിടെ കോഡ് മറ്റൊന്നുമല്ല, അംബ്ലിക്കൽ കോഡ് അഥവാ പൊക്കിൾ കൊടിയാണ്. എന്താണ് കോഡ് ബ്ലഡ്? ഒരമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകിയതിന് ശേഷം ആ കുട്ടിയുടെ പൊക്കിൾ കൊടിയിലും പ്ലസൻറ്റ അഥവാ മറുപിള്ളയിലും മിച്ചം നിൽക്കുന്ന രക്തത്തെയാണ് നമ്മൾ കോഡ് ബ്ലഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ഈ കോഡ് ബ്ലഡിൻ്റെ പ്രത്യേകത? കോഡ് ബ്ലഡിൽ ഒരു പ്രത്യേക തരം സെൽസ് ഉണ്ട്. ആ സെൽസിൻ്റെ പേര് ഹീമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് എന്നാണ്. ചില അസുഖങ്ങളുടെ എല്ലാം ചികിത്സയ്ക്ക് ഈ ഹീമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് വളരെയധികം ഉപയോഗപ്രദമാണ്. ഇപ്പോൾ നിങ്ങളുടെ സംശയം എന്താണ് ഈ ഹീമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഭൂരിഭാഗം സാധാരണ സെല്ലുകൾക്ക് അഥവാ കോശങ്ങൾക്ക് അവയുടെ തന്നെ തനിപ്പകർപ്പ് മാത്രമേ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ സ്കിൻ സെൽസ്, ത്വക്കിലെ കോശങ്ങളെ തന്നെ എടുക്കൂ. അവയ്ക്ക് സ്കിൻ സെൽസിനെ മാത്രമേ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഹീമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസിന് ശരീരത്തിലെ വിവിധ തരം ബ്ലഡ് സെൽസ് ആയിട്ട് മച്ചുറാകാൻ കഴിയും. കുട്ടികളിലും പ്രായപൂർത്തിയായവരിലും രക്തത്തിലും ബോൺ മാരോയിലും ഹീമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് കാണുവാൻ കഴിയും. എങ്ങനെയാണ് ഈ ഹീമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയുക്തമാകുന്നത്? അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ജനിതക രോഗങ്ങൾ, ന്യൂറോളജിക്കൽ രോഗങ്ങൾ, ലിംഫോമ, ലുക്കീമിയ പോലെയുള്ള ചിലതരം ക്യാൻസറുകൾ ഉൾപ്പെടെയുള്ള 70ഓളം അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് ഈ ഹീമറ്റോപോയിറ്റിക് സ്റ്റെം സെൽസ് ഉപയുക്തമാക്കാവുന്നതാണ് എന്നാണ്. മറ്റു ചില അസുഖങ്ങൾക്ക് പ്രാഥമിക ചികിത്സ തന്നെ സ്റ്റെം സെൽസാണ്. ഒരസുഖത്തിന് ചികിത്സിക്കുവാൻ കോഡ് ബ്ലഡിലെ സ്റ്റെം സെൽസ് ഉപയോഗിക്കുന്നതാണോ ബോൺ മാരോയിലെ സ്റ്റെം സെൽസ് ഉപയോഗിക്കുന്നതാണോ നല്ലത് എന്ന് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ പ്രയോജനപ്രദം കോഡ് ബ്ലഡിലെ സ്റ്റെം സെൽസ് ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, കോഡ് ബ്ലഡിലെ സ്റ്റെം സെൽസ് ബോൺ മാരോയിലെ സ്റ്റെം സെൽസിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും. കോഡ് ബ്ലഡ് ട്രാൻസ്പ്ലാന്റിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനേക്കാൾ കൂടുതൽ മാച്ചസ് സാധ്യമാണ്. മാത്രമല്ല, ട്രാൻസ്പ്ലാന്റിൽ കോഡ് ബ്ലഡിലെ സ്റ്റെം സെൽസിന് ബോൺ മാരോ സ്റ്റെം സെൽസിനേക്കാൾ റിജക്ഷൻ വളരെ കുറവാണ്. മറ്റൊന്ന്, ബോൺ മാരോ കളക്ട് ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് കോഡ് ബ്ലഡ് കളക്ട് ചെയ്യുക എന്നത്. ബോൺ മാരോ കളക്ട് ചെയ്യുന്നത് അല്പം റിസ്കി ആയിട്ടുള്ള ജോലിയാണ്. മാത്രമല്ല, ഡോണർക്ക് അത് പലപ്പോഴും വേദനാജനകവുമാണ്. കോഡ് ബ്ലഡ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്, എന്നാൽ ബോൺ മാരോ എടുക്കുന്ന ഉടനെ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ക്യാൻസർ ചികിത്സയിൽ കോഡ് ബ്ലഡിലെ സ്റ്റെം സെൽസ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തും. എന്നാൽ ബോൺ മാരോ സ്റ്റെം സെൽസിന് ഈ ഒരു കഴിവ് ഇല്ല. ഇനിയും ചില സംശയങ്ങൾ നിങ്ങളിൽ ബാക്കി നിൽക്കുന്നുണ്ടാകാം. ഒരു കുട്ടിയിൽ നിന്നും ജനിക്കുമ്പോൾ തന്നെ എടുക്കുന്ന കോഡ് ബ്ലഡ് ഭാവിയിൽ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് എടുക്കാൻ കഴിയുമോ? സാധിക്കും. ഇതിനെ ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇനി പറയുന്ന കാരണങ്ങൾ കൊണ്ട് ഈ ട്രാൻസ്പ്ലാന്റ് വളരെ വളരെ ചുരുക്കമായി മാത്രമേ നടക്കാവൂ. ഒരു കുട്ടിയുടെ സ്റ്റെം സെൽസ് ആ കുട്ടിയുടെ തന്നെ ജനിതക രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് ഉപയോഗിക്കുവാൻ സാധിക്കില്ല. കാരണം ആ കുട്ടിക്ക് ആ അസുഖം ഉണ്ടാക്കിയ ജീൻസ് എല്ലാം ആ സ്റ്റെം സെൽസിലുണ്ട്. മറ്റൊന്ന്, ഒരു കുട്ടിക്കുണ്ടാകുന്ന ലുക്കീമിയ ആ കുട്ടിയുടെ തന്നെ സ്റ്റെം സെൽസ് ഉപയോഗിച്ച് ചികിത്സിക്കുവാൻ ആവുകയില്ല. ഒരാളുടെ സ്റ്റെം സെൽസ് മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഇതിനെ അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റിനേക്കാൾ കൂടുതൽ നടക്കുന്നത് അലോജനിക് ട്രാൻസ്പ്ലാന്റ് ആണ്. അലോജനിക് ട്രാൻസ്പ്ലാന്റിൽ ഡോണർ ഒരു റിലേറ്റീവ് ആകുകയോ ആകാതിരിക്കുകയോ ചെയ്യാം. ഈ പറയുന്ന അലോജനിക് ട്രാൻസ്പ്ലാന്റിൽ ഡോണർ അഥവാ ദാതാവും റെസിപ്പിയൻ അഥവാ സ്വീകർത്താവുമായി നല്ല ഒരു മാച്ച് ഉണ്ടായിരിക്കണം.
ഒരു ദാതാവ് നല്ലൊരു മാച്ചാണെന്ന് പറയുന്നത് ദാതാവിൻ്റെ കോശങ്ങളും സ്വീകർത്താവിൻ്റെ കോശങ്ങളും തമ്മിൽ ചില കാര്യങ്ങളിലെങ്കിലും ഒരേപോലെ ആയിരിക്കണം. ഈ മാച്ച് ശരിയായില്ലെങ്കിൽ സ്വീകർത്താവിൻ്റെ പ്രതിരോധ വ്യവസ്ഥ ദാതാവിൻ്റെ കോശങ്ങളെ റിജക്റ്റ് ചെയ്തേക്കാം. അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ ട്രാൻസ്പ്ലാന്റ് വർക്ക് ചെയ്യില്ല. എങ്ങനെയാണ് ഈ കോഡ് ബ്ലഡ് സൂക്ഷിക്കുന്നത്? രണ്ട് തരം ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക്. പബ്ലിക് കോഡ് ബ്ലഡ് ബാങ്കുകൾ സാധാരണ അലോജനിക് ട്രാൻസ്പ്ലാന്റിനെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോഡ് ബ്ലഡ് സൂക്ഷിച്ചു വെക്കുന്നതിന് അവർ ചാർജ് ഒന്നും ചെയ്യാറില്ല. ചില പബ്ലിക് ബാങ്കുകൾ ഡയറക്റ്റഡ് ഡൊണേഷനായി കോഡ് ബ്ലഡ് സൂക്ഷിച്ചു വെക്കാറുണ്ട്. സ്റ്റെം സെൽസ് ഉപയോഗിച്ച് ചികിത്സിക്കേണ്ട ഒരു ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ അയാൾക്ക് നൽകുന്ന ഡൊണേഷനാണ് ഡയറക്റ്റഡ് ഡൊണേഷൻ. പബ്ലിക് ബാങ്കിൽ ദാതാവിൻ്റെ രക്തം പരിശോധിച്ച് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡേഴ്സ് ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ഒരിക്കൽ ബാങ്കിലെത്തിയാൽ കമ്പ്യൂട്ടറിൽ ട്രാക്ക് ചെയ്ത ആവശ്യക്കാരനായ ഒരു മാച്ചിനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പാകത്തിന് ക്രമീകരിക്കുകയും ഒപ്പം പബ്ലിക് ബാങ്കിൽ ബി ദ മാച്ച് രജിസ്ട്രിയിൽ അത് എപ്പോഴും ലഭ്യമാവുകയും ചെയ്യും. എന്താണ് പ്രൈവറ്റ് കോഡ് ബ്ലഡ് ബാങ്കിങ്? പ്രൈവറ്റ് അല്ലെങ്കിൽ ഫാമിലി ബാങ്കുകൾ ഒരു ഫാമിലി മെമ്പർക്ക് വേണ്ടി ഓട്ടോലോഗസ് അല്ലെങ്കിൽ ഡയറക്റ്റഡ് ഡൊണേഷനാണ് ഉപയോഗിക്കുക. പബ്ലിക് ബാങ്കുകളിൽ സ്റ്റോർ ചെയ്യുമ്പോഴുള്ള എല്ലാ സ്റ്റാൻഡേർഡും പ്രൈവറ്റ് ബാങ്കിലും സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ തന്നെ ഒരു ഫാമിലി മെമ്പർക്കോ മറ്റൊരാൾക്കോ സ്റ്റെം സെൽസ് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ പ്രൈവറ്റ് ബാങ്കുകൾ പലതും ഫീസ് ഈടാക്കാറില്ല. കോഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യണം? നമ്മൾ ബാങ്കിനെ വിവരം അറിയിക്കണം. സാധാരണഗതിയിൽ പ്രസവിക്കാൻ സാധ്യതയുള്ള ദിവസത്തിന് 6 ആഴ്ച മുമ്പ് തന്നെ ഒരു കളക്ഷൻ കിറ്റ് വാങ്ങണം. ചില ഹോസ്പിറ്റലുകളിൽ ഈ കളക്ഷൻ കിറ്റ് ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകാം. നിങ്ങളുടെ ഫാമിലിയുടെ മെഡിക്കൽ ഹിസ്റ്ററി കൊടുക്കണം. മാത്രമല്ല അമ്മയുടെ രക്തം പരിശോധിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. പ്രസവത്തിന് മുൻപ് തന്നെ നിങ്ങളുടെ സമ്മതപത്രം അത് കൊടുക്കേണ്ടതായും വന്നേക്കാം, അല്ലെങ്കിൽ വരും. പ്രൈവറ്റ് ബാങ്കുകളിലാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഒപ്പിട്ട് കൊടുക്കേണ്ടതും ഒരു ഫീസ് കൊടുക്കേണ്ടതുമായി വരികയും ചെയ്യാം. എങ്ങനെയാണ് കോഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ സമ്പന്നയോ ആയ ഒരു സ്റ്റാഫിനും അത് ചെയ്യാനാകും. കുട്ടി ഉണ്ടായതിന് ശേഷം പൊക്കിൾ കൊടി മുറിച്ചു മാറ്റി ക്ലാമ്പ് ചെയ്യുന്നു. ഒരു ബാഗിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സൂചി ഉപയോഗിച്ച് പൊക്കിൾ കൊടിയിൽ നിന്നും രക്തം വലിച്ചെടുക്കുന്നു. ആ ബാഗിലേക്ക് അത് കളക്ട് ചെയ്യുന്നു. ഇതിന് പരമാവധി 10 മിനിറ്റ് മാത്രമേ എടുക്കൂ. ഇങ്ങനെ ബ്ലഡ് എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാം. കുട്ടി മാസം തികയാതെ ഉണ്ടാവുകയാണെങ്കിൽ, അതല്ല എങ്കിൽ പൊക്കിൾ കൊടി താമസിച്ച് ക്ലാമ്പ് ചെയ്യുവാൻ തീരുമാനിക്കുമ്പോഴോ ഇങ്ങനെ സംഭവിക്കാം. ഇതൊന്നുമല്ലാത്ത കാരണത്താലും അങ്ങനെ സംഭവിച്ചേക്കാം. പ്രസവ സമയം ഒരു എമർജൻസി സിറ്റുവേഷൻ രൂപപ്പെടുകയാണെങ്കിലും അങ്ങനെ സംഭവിക്കാം. അവിടെ നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടിയുടെയും ജീവൻ രക്ഷിക്കുക എന്നത് മാത്രമായിരിക്കും പ്രഥമ പരിഗണന. ഇങ്ങനെ കോഡ് ബ്ലഡ് ദാനം ചെയ്യണോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കണോ എന്ന കാര്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഇങ്ങനെ പബ്ലിക് ബാങ്കുകളിലേക്ക് നമ്മൾ ദാനം ചെയ്യുന്ന രക്തം ഭാവിയിൽ മറ്റുള്ളവരെ സഹായിക്കും. കോഡ് ബ്ലഡ് ബാങ്കുകളിൽ കാര്യമായ പ്രാതിനിധ്യമില്ലാത്ത എത്നിക് മൈനോറിറ്റീസിനെ ഇത് കൂടുതൽ സഹായിച്ചേക്കാം. പബ്ലിക് ബാങ്കുകളിൽ സൂക്ഷിക്കുവാൻ എല്ലാ ആശുപത്രികളും രക്തം ശേഖരിക്കാറില്ല. ഇങ്ങനെ ഒരു കുട്ടിയുടെ രക്തം സൂക്ഷിക്കുന്നത് ഭാവിയിൽ ആ കുട്ടിക്ക് ഉണ്ടാകാനിടയുള്ള രോഗങ്ങളിൽ നിന്നും ഒരു ഇൻഷുറൻസ് അല്ല എന്ന് ഓർമ്മിക്കുക. പ്രൈവറ്റ് ബാങ്കിലാണ് രക്തം സൂക്ഷിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്കിൽ അത് കളക്ട് ചെയ്യുവാനും പ്രോസസ്സ് ചെയ്യുവാനും സൂക്ഷിക്കുവാനുമുള്ള മുഴുവൻ ചെലവും എത്രയാണ് എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇന്ത്യയിലും ഇങ്ങനെ രക്തം സൂക്ഷിക്കുന്ന ഒട്ടേറെ കമ്പനികൾ ഉണ്ട്. തീരുമാനമെടുക്കുന്നതിന് മുൻപ് എല്ലാ വിവരവും ചോദിച്ച് അറിയുക. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ അവബോധം സൃഷ്ടിക്കുവാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവ് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.